അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കുട്ടികളെ, ഉറുദുവിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജംഗൽ എന്ന് പറയുന്ന ഒരു പുതിയ കവിതയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ജംഗൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും, കാട്, ഫോറസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഉറുദുവിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ അവസാന കവിതയാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാമറാണ് പഠിക്കാനുള്ളത്. ഗ്രാമർ കുറച്ചധികം നോക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ജംഗൽ എന്ന് പറഞ്ഞാൽ കാട്. ഫൈലെ ഫൈലെ ബിക്കരെ ബിക്കരെ ലേട്ടെ ലേട്ടെ ജംഗൽ ഹേ. ഫൈൽന എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക, ബിക്കർന എന്ന് പറഞ്ഞാൽ ചിതറുക, ലേട്ടിന എന്ന് പറഞ്ഞാൽ കിടക്കുക, നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോൾ ജംഗൽ കാട്, ഫൈലെ അത് വ്യാപിക്കുന്നു, അല്ല വ്യാപിച്ചു, അതായത് പരന്നു കിടക്കുന്നു. ബിക്കരെ ബിക്കരെ അതിങ്ങനെ ചിതറുന്നു. ഒരു ലേട്ടേഹെ അതിങ്ങനെ ചിതറി കിടക്കുന്നു എന്നർത്ഥം. ലേട്ടേഹെ കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ നെസ്ർ ഇങ്ങനെയാണ്: ജംഗൽ ഫൈലെ ബിക്കരെ ഔർ ലേട്ടേഹെ. ജംഗൽ പരന്ന് കിടക്കുന്നു, അതുപോലെ അതിങ്ങനെ ചിതറുന്നു, അങ്ങനെ അത് കിടക്കുന്നു എന്നർത്ഥത്തിൽ. നീ ഗഹിരെ ഗഹിരെ ടഹരെ ടഹരെ സോയെ സോയെ സായേ ഹേ. അതിൻ്റെ നെസ്ർ ഇങ്ങനെ: ഗഹരെ ഗഹരെ സായ ടഹരെ സോയേ ഹേ. ടഹരെ ടഹരെ സോയേ ഹേ. ഇതിലിങ്ങനെ ആവർത്തിക്കുന്നില്ലേ? ഇപ്പോൾ ഫൈലെ ഫൈലെ ബിക്കരെ ബിക്കരെ അത് ആവർത്തിക്കുന്നത് കവിതയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. കവിതയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ്, അല്ലാതെ അതിന് യാതൊരു സ്ഥാനവും ഇല്ലല്ലോ. അപ്പോൾ കവിതയിൽ നമുക്ക് വാക്കുകൾ ആവർത്തിക്കുന്നത് കാണാം. അത് കവിതയുടെ ഭംഗിക്ക് വേണ്ടിയാണ് അങ്ങനെ ആവർത്തിക്കുന്നത്. അപ്പോൾ നെളിമിനെ നെസ്റാക്കുമ്പോൾ നമ്മൾ അതിൽ ആവർത്തിക്കണമെന്നില്ല, ആവർത്തിച്ച വാക്കുകൾ ആവർത്തിക്കണമെന്നില്ല. അപ്പോൾ ഗഹിരെ ഗഹിരെ സായേ ടഹരെ ടഹരെ സോയേ ഹേ. അപ്പോൾ ഇനി ആവർത്തിച്ചാലും പ്രശ്നമൊന്നുമില്ല. നെസറിലേ ഇനിയിപ്പോൾ ആവർത്തിക്കാതെ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നെസർ ഇപ്പം ഇങ്ങനെ: ഗഹരെ സായേ ടഹരെ സോയേ ഹേ. ഇത്രയും മതി, ആവർത്തിക്കണമെന്നില്ല. അപ്പോൾ ഗഹരെ ഗഹരെ അതിൻ്റെ നെസർ ഇങ്ങനെ: ഗഹരെ ഗഹരെ. ഗഹര എന്ന് പറഞ്ഞാൽ അഗാധമായ, ഗാഢമായ എന്നൊക്കെ അർത്ഥം. ഗഹരെ ഗഹരെ സായ അഗാധമായ നീയൽ, ഗാഢമായ നീയൽ. ടഹർന ടഹർന നമ്മൾ പറഞ്ഞു നിൽക്കുക. ടഹരെ അത് നിൽക്കുന്നു. ഒരു സോയേഹെ അത് ഉറങ്ങുന്നു, സോന ഉറങ്ങുക. അപ്പം ഇങ്ങനെ പറഞ്ഞാൽ മതി: ഗഹരെ സായെ ഗാഢമായ നീയലുകൾ, ടഹരെ നിൽക്കുന്നു, ഒരു സോയേഹെ ഉറങ്ങുന്നു. ആ കാടിനെ കുറിച്ച് ഒരു കവിയുടെ ലാംഗ്വേജിൽ, കവിയുടെ ഭാഷയിൽ കവി പറയാണ്. കവി ഇങ്ങനെ വർണ്ണിക്കാണ്: കാടിൽ എന്തുണ്ട്, കാടിങ്ങനെ ചിതറിക്കിടക്കുന്നു, വ്യാപിച്ച് കിടക്കുന്നു. അതുപോലെ വലിയ വലിയ നീയലുകൾ, വ്യത്യസ്തമായ മരങ്ങളുടെ നീയലുകളൊക്കെ ഉണ്ടാവുമല്ലോ, മറ്റ് പല കുന്നുകളും മലകളും ഒക്കത്തിൻ്റെ നീയലുകൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഗാഢമായ നീയലുകൾ ഇങ്ങനെ നിൽക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? അതിൻ്റെ നെസ്ർ ഒന്ന് വേണമെങ്കിൽ പറയാം: ഗഹരെ സായെ ടഹരെ और ടഹരെ സോയേ ഹേ, അല്ലെങ്കിൽ ടഹരെ और സോയേ ഹേ എന്നർത്ഥം. റിസ്തേ റിസ്തേ ബഹ്തേ ബഹ്തേ ചോട്ടെ ചോട്ടെ ചഷ്മേ ചഷ്മേ ഹേ. അതിൻ്റെ നെസ്ർ ഇങ്ങനെ: ചഷ്മ റിസ്തേ ചോട്ടെ ചോട്ടെ ചഷ്മ റിസ്തേ और ബഹ്തേ ഹേ. ചോട്ടെ ചോട്ടെ ചഷ്മ, ചഷ്മ എന്ന് പറഞ്ഞാൽ അരുവി. അപ്പോൾ ചെറിയ അരുവി. റിസ്ന എന്ന് പറഞ്ഞാൽ ഒലിക്കുക, ബഹിന എന്ന് പറഞ്ഞാൽ ഒഴുകുക. രണ്ടും ഏകദേശം ഒരു അർത്ഥമാണ്. അപ്പോൾ ചോട്ടെ ചോട്ടെ ചഷ്മ ചെറിയ അരുവികൾ, റിസ്തെ അത് ഒലിക്കുന്നോർ, ബഹ്തെ അത് ഒഴുകുന്നു, ബഹ്തേ ഹൈ. ചോട്ടെ ചോട്ടെ ചഷ്മ റിസ്തെ റിസ്തെ ബഹ്തെ ബഹ്തേ ഹൈ എന്നാണ് അതിൻ്റെ നെസ്ർ. ചുബ്കെ ചുബ്കെ ബൂരെ ബൂരെ സോയെ സോയെ രസ്തേ ഹേ. അതിൻ്റെ നെസ്ർ ഇങ്ങനെ:
ബൂരെ ബൂരെ രാസ്ത രാസ്ത ബൂര എന്ന് പറഞ്ഞാൽ തവിട്ട് നിറത്തിലുള്ള കാപ്പി നിറത്തിലുള്ള ബൂര എന്ന് പറഞ്ഞാൽ തവിട്ട് നിറത്തിലുള്ള കാപ്പി നിറത്തിലുള്ള. അപ്പോൾ ബൂരെ ബൂരെ രാസ്ത തവിട്ട് നിറത്തിലുള്ള വഴികൾ, തവിട്ട് നിറത്തിലുള്ള കാപ്പി നിറത്തിലുള്ള, അതായത് മണ്ണിൻ്റെ നിറമായിരിക്കുമല്ലോ. അപ്പോൾ തവിട്ട് നിറത്തിലുള്ള കാപ്പി നിറത്തിലുള്ള വഴികൾ രസ്തെ ചുബ്ക്കെ ചുബ്ക്കെ അത് നിശബ്ദമായി സോയേഹെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം. ബൂരെ ബൂരെ രാസ്തെ തവിട്ട് നിറത്തിലുള്ള വഴികൾ ചുബ്ക്കെ ചുബ്ക്കെ നിശബ്ദമായി സോയേഹെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉറങ്ങുന്നു. ഇനി ആദെ ആദെ പൂരെ പൂരെ തീക്കെ തീക്കെ കാണ്ടേ ഹെ. ആദെ ആദെ പൂരെ പൂരെ തീക്കെ തീക്കെ കാണ്ടേ ഹെ. ആദെ എന്ന് പറഞ്ഞാൽ പകുതിയുള്ള, പൂര എന്ന പൂർണ്ണതയുള്ള. അപ്പോൾ പകുതിയും പൂർണ്ണതയുമുള്ള കാണ്ടേ മുള്ള് തീക്കെ തീക്കെ ഹെ വളരെ മൂർച്ചയുള്ളതാണ്. കവിതയുടെ ഓരോ കാടിൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കവി വിശദീകരിക്കുകയാണ്. തീക്ക എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള, വളരെ മൂർച്ചയുള്ള എന്നാണ് അർത്ഥം. അപ്പോൾ ആദെ ആദെ പകുതിയുള്ള, അതുപോലെ പൂരെ പൂരെ പൂർണ്ണതയുള്ള, അതായത് പകുതി ആയ അതുപോലെ പൂർണ്ണതയിലെത്തിയ മുള്ളുകളും എല്ലാം എന്താണ് കാണ്ടെ തീക്കെ തീക്കെ വളരെ മൂർച്ചയുള്ളതാണ്. അപ്പോൾ നെസ്ർ ആദെ പൂരെ കാണ്ടെ തീക്കെ തീക്കെ ഹെ എന്ന് എഴുതിയാൽ മതി. ഇനി തബ്തെ തബ്തെ സഹ്മേ സഹ്മേ ദുബ്കെ ദുബ്കെ സുറേഹേ. തപ്പിന എന്ന് പറഞ്ഞാൽ ചൂടാകുക, സഹംന എന്ന് പറഞ്ഞാൽ അമ്പരക്കുക, ദുബ്കെ ദുബ്കെ ദുബ്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടി നിൽക്കുന്ന എന്നർത്ഥം. അപ്പോൾ ദുറ എന്ന് പറഞ്ഞാൽ ഈ മൺധൂളികൾ, മൺധൂളികൾ എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ പൊടികൾ ഉണ്ടാവില്ലേ, അതിനാണ് ഹർ സുറ എന്ന് പറയുക. ഹർ സുറ അതായത് മൺധൂളികൾ. ധൂളി എന്ന് പറഞ്ഞാൽ പൊടി, നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോൾ തബ്തെ 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 ദുറ ചൂട് പിടിച്ച മൺധൂളികൾ സഹമേ സഹമേ അതിങ്ങനെ സഹംന എന്ന് പറഞ്ഞാൽ അമ്പരക്കുക, സഹമേ സഹമേ അത് അമ്പരന്നുകൊണ്ട് ദുബ്കേഹേ അതെന്ത് ചെയ്യുന്നു, കൂടി നിൽക്കുന്നു. ഓക്കെ അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? ഒന്നുമാടി ആവർത്തിക്കാം. തബ്തെ തബ്തെ ദുറേ സഹമേ 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 ദുബ്കേഹേ. ഓക്കെ അല്ലേ? ഇപ്പം ഇങ്ങനെയും വെക്കാം. തബ്തെ തബ്തെ ദുറ ചൂട് പിടിച്ച മൺധൂളികൾ, ദുബ്കെ ദുബ്കെ. ഒരു മിനിറ്റ്, അത് രണ്ട് തരത്തിൽ അതിനെ നെസ്റ് വെക്കുക, നദിമിനെ നെസ്റാക്കുക. ഒന്നെങ്കിൽ ഇങ്ങനെ വെക്കുക, ദുബ്കെ ദുബ്കെ ദുറ കൂടി നിൽക്കുന്ന മൺധൂളികൾ, തബ്തെ തബ്തെ അത് ചൂടായിരിക്കുന്നു, അതുപോലെ ഓർ സഹമേഹെ അത് അമ്പരന്ന് നിൽക്കുന്നു, അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ തബ്തെ തബ്തെ ദുറേ ചൂട് പിടിച്ച മൺധൂളികൾ, സഹമേ സഹമേ അതിങ്ങനെ അമ്പരന്ന് കൊണ്ട് ദുഃഖേഹെ കൂടി നിൽക്കുന്നു, എങ്ങനെയും വെക്കാം കേട്ടോ. ഇനി അടുത്തത് ചൽത്തെ ചൽത്തെ റുക്തെ റുക്തെ തക്തെ 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 കീടേഹെ. ചല്ല എന്ന് പറഞ്ഞാൽ അറിയാലോ, ചലിക്കുക. റുക്ന എന്ന് പറഞ്ഞാൽ നിൽക്കുക. തെക്കിന എന്ന് പറഞ്ഞാൽ തുറിപ്പിച്ച് നോക്കുക. കീട എന്ന് പറഞ്ഞാൽ കീടങ്ങൾ, പുഴുക്കൾ, അണുക്കൾ. കീടങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ കീടങ്ങൾ ചലത്തെ ചലിക്കുകയും റുക്തെ ചലത്തെ അത് ചലിക്കുന്നു, റുക്തെ അത് നിൽക്കുന്നു, തക്തേഹെ അതിങ്ങനെ തുറിപ്പിച്ച് നോക്കുന്നു. നീലെ നീലെ പീലെ പീലെ ലംബെ ലംബെ തോത്തേഹെ. തൂത്തെ തത്തകൾ നീലെ അത് നീല നിറത്തിലുള്ളതുണ്ട്, അതുപോലെ പീലെ അത് മഞ്ഞ നിറത്തിലുള്ളതുണ്ട്, ലംബെ ലംബേഹെ നീളമുള്ളതുമാണ്. അപ്പോൾ തൂത്തെ തത്തകൾ, നീലെ
അത് നീല നിറത്തിലുള്ളതാണ്. അതുപോലെ പീലെ മഞ്ഞ നിറത്തിലുള്ളതാണ്. ഓർ ലംബേ ഹേ, നീളത്തിലുമുള്ളതാണ്. നീളമുള്ള തത്തകളാണ്. ഇന്ന് തൽക്കാലം ഇത്ര മതി. ഒരു പുതിയ ക്ലാസ്സുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.